ഹായ്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ആറ്റിങ്ങൽ ഗേൾസ് സ്കൂളിൽ വീണ്ടും SPC സ്റ്റുഡൻസിന് സൂംബ എടുക്കാനുള്ള ഒരു അവസരമുണ്ടായി. എൻ്റെ ഡാൻസ് വിത്ത് മീഡിയ ആദ്യ കാലങ്ങളിൽ പുറത്ത് ഒരു ക്ലാസ് എടുക്കാനുള്ള അവസരം എനിക്ക് ആദ്യമായി തന്നത് എൻ്റെ സ്വന്തം സുജ ടീച്ചറാണ്. സുജ ടീച്ചർ കുട്ടികൾക്ക് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. അയ്യോ, ടീച്ചർ വലിയ സംഭവമാണോ, ഇല്ലെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു പേടിയാണ് കേട്ടോ അവർക്ക് ആദ്യം. പക്ഷേ അവരെ കയ്യിലെടുക്കാനുള്ള എല്ലാ വിദ്യകളും എൻ്റെ കയ്യിലുണ്ടല്ലോ. ശരിക്കും ആദ്യം സൂംബയുടെ ഒറിജിനൽ സോങ്സിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിലവർക്ക് വാം അപ്സും അവർക്ക് വേണ്ട എക്സസൈസ് മോഡെല്ലാം കൊടുത്തു. എന്നിട്ട് പതിയെ പതിയെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സിലേക്ക് കൊണ്ടുവന്നു. അതിൽ അവരുടെ ട്രെൻഡി സോങ്സ് ഉണ്ടായിരുന്നു, മലയാളം, ഹിന്ദി, തമിഴ് സോങ്സ്. എന്താ പറയുന്നത്, രാവിലെ 8 to 9 ആയിരുന്നു അവരുടെ ബാച്ച് സെക്ഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം, അതിനു മുമ്പുള്ള 2 ദിവസങ്ങളിൽ ഭയങ്കര ടയേർഡായിട്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ കിടപ്പായിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, എൻ്റെ തന്നെ അഹങ്കാരമാണ്. സാധാരണ ഞാനങ്ങനെ ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളല്ല. പക്ഷേ എന്തോ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് ഒരു പഴംപൊരി വാങ്ങിച്ച് കഴിച്ചു. അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോഴും എൻ്റെ വയറ് ശരിയായിട്ടില്ല. എൻ്റെ ആ ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസൊക്കെ ഇപ്പോഴും എന്നെ വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മോർണിംഗ് പോലും എനിക്ക് പേടിയായിരുന്നു, എനിക്കെങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റ് ഡേ ഫ്ലോറിലൊരു പ്രാക്ടീസിന് ചെന്നപ്പം ഇച്ചിരി എനർജി ലെവലൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇവരുടെ കമൻറ്റ് കേട്ടോ, എൻ്റെ എനർജി ലെവലിൻ്റെ മുമ്പിൽ അവർ തോറ്റ് തുന്നം പാടി. ഇവരെ കാണുമ്പോൾ ആർക്കാ എനർജി ഇല്ലാണ്ടാവുന്നത്? അത്ര സൂപ്പർ പിള്ളേരാണ് കേട്ടോ എല്ലാവരും എനിക്കൊപ്പം തന്നെ നിന്നു. അപ്പോൾ താങ്ക് യു ഡാൻസ് വിത്ത് മീ, വെൽക്കം ഓൾ. ഓണം എല്ലാവരും അടിച്ചു പൊളിക്കണം. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി പിന്നെ കാണാം. താങ്ക് യു. സൂപ്പറാണ്.